ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി ഇ.ഡി. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണം നടക്കുകയാണെന്ന് വിജിലൻസ് അറിയിച്ചു. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തായാലും ഇ.ഡി. രേഖകൾ കൈമാറിയിട്ടുണ്ട്. നേരത്തെ ഈ ശേഖർ കുമാറിനെ പ്രത്യക്ഷത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുത്താവുന്ന തെളിവുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേസ് കടുപ്പിക്കാൻ തന്നെയല്ലേ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഇക്കാര്യത്തിൽ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള തിരിച്ചടി വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ടി വന്നിരുന്നു. കാരണം വിജിലൻസിന് കൃത്യമായ തെളിവുകൾ ശേഖർ കുമാറിനെതിരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു 1.5 മാസത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് നടപടികൾ ഒന്നും തന്നെ എടുക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തെളിവുകളുടെ അഭാവമായിരുന്നു. എന്നാൽ ഇതിനിടയിലും നടപടിക്രമങ്ങളുടെ ഭാഗമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ.ഡിയോട് ചില വിവരങ്ങൾ വിജിലൻസ് ആവശ്യപ്പെട്ടു. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ECIR, സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ECIR ആണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം തന്നെ പരാതിക്കാരനെതിരെ ലഭിച്ചിട്ടുള്ള മൊഴികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയായിരുന്നു വിജിലൻസ് തേടിയിരുന്നത്. ഈ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിനെ കൈമാറിയിരിക്കുന്നത്. പരാതിക്കാരനെതിരെ കള്ളപ്പണക്കേസിന്റെ ECIR, ഒപ്പം തന്നെ സമൻസ് വിവരങ്ങൾ നിരവധി തവണ സമൻസ് അയച്ചിരുന്നു. അതിൽ ഏതാനും തവണ മാത്രമാണ് ഹാജരായിട്ടുള്ളത്, അനീഫ് ബാബു ഹാജരായിട്ടുള്ളത് വ്യവസായി. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ വിജിലൻസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ എന്ന കാര്യമാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതി ഈ കേസ് പരിഗണിച്ചിരുന്ന ഘട്ടങ്ങളിൽ പ്രധാനമായും ചോദിച്ചിരുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെതിരെ നടപടികൾ മുന്നോട്ട് പോകുന്നത്, ഒന്നാം പ്രതിയാക്കിയത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയത് എന്നീ ചോദ്യങ്ങൾ പ്രധാനമായും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കേസിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ വിജിലൻസിനോട് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ വിജിലൻസ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ.ഡിയോട് ചോദിച്ച വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിട്ടുള്ളത്. എന്നാൽ ഇ.ഡി വിജിലൻസിനോട് ആവശ്യപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിജിലൻസിനോടും തേടിയിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ വിജിലൻസ് ഇ.ഡിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് ആവശ്യപ്പെട്ട രേഖകൾ ഇ.ഡി കൈമാറിയിരിക്കുന്നു. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണം നടക്കുകയാണെന്ന് വിജിലൻസ് അറിയിച്ചു. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.